നല്ലൊരു മഷ്റൂം ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മഷ്റൂം മസാല പ്രിപ്പയർ ചെയ്യണം. അപ്പം അതിനായിട്ട് ഈ കടായിലേക്ക് കുറച്ച് എണ്ണ ചൂടാക്കാം. ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സവോളയും നട്ട്സും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെയിം എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതിനകത്തപ്പം ഉള്ളി വറുത്തതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. ശേഷം ഒരു 2 ടേബിൾ സ്പൂണോടെ എണ്ണ ചേർത്തു. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോളയാണ് അത് ചേർക്കാം. ചേർത്തൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു 6 അല്ലി ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുണ്ടാവും ചെറിയൊരു കഷ്ണം, പിന്നെ ഒരു 12 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് ഒരു 4 എടുക്കാം. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്ന് ചതച്ചെടുക്കാം. പരയുണ്ട, നമുക്ക് ഇതേപോലെ ഒന്ന് ചതന് കിട്ടിയാൽ മതി. സവോള ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. അത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. നമ്മൾ ചതച്ച മിക്സറിൻ്റെ പച്ചമണം മാറണം. 2-3 മിനിറ്റ് സമയം എടുക്കും. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഗരം മസാല 1/2 ടീസ്പൂൺ. പൊടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, 2-3 കറിവേപ്പില, ഒരു 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോസ് കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ആ ടൊമാറ്റോസിലുള്ള വെള്ളം പെട്ടെന്ന് ഇറങ്ങാനായിട്ടും കൂടി, പെട്ടെന്ന് കുക്ക്ഡ് ആവാനായിട്ടും കൂടിയിട്ടാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒന്ന് പേസ്റ്റ് ആകുന്ന രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലായി. ഏകദേശം ഒരു 3-4 മിനിറ്റ് സമയം എടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മഷ്റൂം ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്ന ബട്ടൺ മഷ്റൂംസ് ആണ്. ഓരോന്നും 4ആയിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ്. ചെറിയ ബട്ടൺ മഷ്റൂംസ് ഒക്കെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തേക്ക് 400 ഗ്രാമാണ്. സാറിന് കിട്ടുന്നത് ഒരു പാക്കറ്റിൽ 200 ഗ്രാം എങ്ങാണ്ടാണ്. അപ്പോൾ അത് 2 പാക്കറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലേക്ക് ചെറിയൊരു പിടി മല്ലിയില, പുതിന ഇല ഉണ്ടെങ്കിൽ ഒരു വളരെ ചെറിയൊരു പിടി പുതിന ഇല, 5-6 ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് വഴറ്റുക. അതിനുശേഷം തീ കുറച്ച് മഷ്റൂംസ് നന്നായിട്ട് കുക്ക് ആവാനായിട്ട് 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 5 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. നോക്കിയാൽ കുറേ ഗ്രേവി ഉണ്ട്. നമ്മൾ മൊത്തം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. ഈ ഹൈ ഫ്ലെയിമിലിടാം. എക്സസ് ഗ്രേവി മാറ്റാം. ഓക്കെ, ഇത്രയും ഗ്രേവി ഉണ്ട്. ഇത് മതിയാവും. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യാം. നമ്മൾ ദം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ആ സവാള വറുത്ത എണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു ബേ ലീഫ്, ഒരു 2-3 ഇഞ്ച് കഷ്ണം പട്ട, ഒരു 6 ഏലക്ക, ഒരു 6-7 ഗ്രാമ്പു. ഇതിലേക്ക് നമുക്ക് അരി ചേർക്കാം. 2 കപ്പ് അരിയാണ്. 1 മണിക്കൂറോളം കുതിർത്തതാണ്. കുതിർത്ത ശേഷം വെള്ളം കളഞ്ഞ് എടുത്തേക്കുന്നത്. 2 കപ്പ് കൈമ റൈസ്.
അരിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി നമുക്കിതിനകത്തേക്ക് ചൂടുവെള്ളം ചേർക്കണം. അരി ഒന്ന് ചെറുതായിട്ട് പൊട്ടി തുടങ്ങും. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ 2 കപ്പ് അരിയാണ് ചേർത്തേക്കുന്നത്. അപ്പം 3 കപ്പും കുറച്ച് എക്സ്ട്രാ ഇറക്കും, ഒരു 1/2 കപ്പും കൂടെ ചേർക്കാം. 3.5 കപ്പ് വെള്ളം ചേർത്ത് ഇതിലേക്കൊരു പകുതി നാരങ്ങയുടെ നീര്, ഉപ്പ്, ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. എപ്പോഴും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നമ്മൾ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് മുമ്പിൽ നിൽക്കണം. അങ്ങനെ കുക്ക് ചെയ്താൽ നമുക്ക് ചോറ് കുക്ക് ചെയ്ത് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഇവിടെ ഞാൻ 1.25 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി തീ കുറച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമായിരുന്നു. നോക്കിയാൽ വെള്ളമൊക്കെ വറ്റി. റൈസ് ഓൾമോസ്റ്റ് കുക്ക്ഡാണ്, ഫുള്ളി കുക്ക്ഡല്ല. ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു മയമുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഓഫ് ചെയ്തിടണം. ഓഫ് ചെയ്തിട്ട് അടച്ച് മാറ്റി വെക്കാം. ഒരു 5 മിനിറ്റ്സ് അടച്ച് മാറ്റി വെക്കാം. ആവിയിലിരുന്ന് ബാക്കി കുക്കിംഗ് നടന്നോളൂ. ഇനി നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്, ദം ചെയ്യാനായിട്ട് ഈ ഒരു പാത്രത്തിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ അരപ്പിൻ്റെ ഒരു പകുതി, ഗ്രേവിയോട് കൂടെയുള്ളൊരു പകുതി ഇതിനകത്തേക്ക് ഇടാം. പകുതിയിൽ കൂടുതൽ ചാറുള്ള ഭാഗം നമ്മൾ താഴേക്ക് ഇട്ടു. ലെവൽ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് അണിയൻസ്, ഇപ്പം ഇവിടെ എടുത്ത് വെച്ചേക്കുന്ന 2 ഒരു മീഡിയം സൈസിലുള്ള സവാള ഫ്രൈ ചെയ്തതാണ്. കൂടാതെ കുറച്ച് നട്ട്സും റൈസിൻസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ. ഇനി ഒരു ലെയർ റൈസ്, ചോറിൻ്റെ പകുതിയോളം ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ഹോൾ സ്പൈസസ് കാണുന്ന എടുത്ത് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് ഇവിടെ ചേർക്കാം. ഇവിടെ ഞാൻ 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1 ടീസ്പൂൺ നെയ്യ്, ഇത്രയും കൂടെ എടുത്ത് വെച്ചേക്കുന്നതാണ്. ചൂടുപാലാണ്. അതിനകത്തേക്ക് കുറച്ച് പകുതി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും ഇതിലേക്ക് ഫ്രൈഡ് അണിയൻസ്, കുറച്ച് മുന്തിരിങ്ങ, നട്ട്സും കൂടെ ഇടാം. ബാക്കി മസാല, ബാക്കി ചോറ് വെച്ച് കവർ ചെയ്യാം. കുറച്ച് സവാള വറുത്തത്, പിന്നെ നമ്മൾ ബാക്കി 1/4 കപ്പിൻ്റെ ബാക്കി ഭാഗം അതേക്ക് ഒഴിക്കും. കുറച്ച് മല്ലിയിലയും കൂടെ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു പഴയ ദോശക്കല്ല് വെച്ചേക്കാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കാണ്. അതൊരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ഈ പാത്രം അതിൻ്റെ പുറത്ത് വെച്ച് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം തീ കുറച്ച് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ നോക്കുന്നൊരു പരുവം. ഈ പാത്രം തുറക്കുമ്പോൾ ആവി നന്നായിട്ട് വരണം. ആ ഒരു പരുവം വരെ ഹീറ്റ് ചെയ്യുക. നന്നായിട്ട് ആവി വന്ന ശേഷം ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു. അതിനുശേഷം നിങ്ങളൊരു 20 മിനിറ്റ്സോളം അതിനകത്ത് തന്നെ വെക്കുക. ഒരു റെസ്റ്റിംഗ് ടൈം കൊടുത്തിട്ട് എടുക്കുന്നത് നല്ലത്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അത് പെർഫെക്റ്റായിട്ട് കിട്ടി, ഒട്ടിപ്പിടിക്കാണ്ട്. മേലെ കുറച്ച് വൈറ്റ്, അടിയിൽ മസാല ഇട്ടു. കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. കുറച്ച് മല്ലിയിലയും ഇടാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന മഷ്റൂം ബിരിയാണി നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. ഇതൊരു 4-5 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് സാലഡും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഗ്രീൻ ചമ്മന്തി, മല്ലിയില ചമ്മന്തി, പപ്പടം ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്.
ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.